അതിൽ പറയുന്നുണ്ട്. അതിൽ എല്ലാം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. ശരിക്കും ഭയം ആദ്യമല്ല ഭയം തന്നെയാണ്. എപ്പോൾ വേണേലും പിടിക്കപ്പെടാവുന്ന ഒരാളല്ലേ. ഞാൻ പറഞ്ഞത് ഒരു എക്സ്പ്രഷൻ മാറിയാൽ ജോർജ് കുട്ടിയെ പിടിക്കാൻ പറ്റും. അപ്പം വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ജോർജ് കുട്ടിയല്ല, ഭയങ്കര ടേമോയിൽ, അകത്ത് ഭയങ്കരമായ സംഘർഷങ്ങൾ നടക്കുന്ന ആൾ തന്നെയാണ് ജോർജ് കുട്ടി. ഈ ഭാര്യയ്ക്കും പിള്ളേർക്കും അത് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്. റാണിക്ക് വളരെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് നടന്നതാണ്. ഈ സിനിമ ആ വീട് പോലും അയാളൊരു ഒന്നും മാറ്റിയിട്ടില്ല. അവർ പെയിന്റ് ചെയ്യാനെന്നും പറഞ്ഞാൽ കാര്യം എപ്പോൾ വേണേലും അകത്ത് പോകുന്നത് പെയിന്റൊക്കെ ചെയ്തിട്ട് പൈസ കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അയാൾക്കല്ലേ ഒരു സിനിമ പിടിക്കണം, ഒരു തിയേറ്റർ. പക്ഷെ അതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്, അല്ലാതെ ചുമ്മാ ഒരു കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അയാൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റലിജൻസ് അയാൾക്കൊരു 4ാം ക്ലാസ്സുകാരനായാലും അതൊരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് കുട്ടി ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കും അറിയില്ലെന്ന് പറയും. ഞാനും അയാൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കഥാപാത്രം. ഇനി അങ്ങനെ ഒരു ക്യാരക്ടറിനെ വളരെ ഒരു ആക്ടറിനെ കിട്ടുകയില്ല. ഇതാരാണെന്ന് അറിഞ്ഞുകൂടാതാണ് അഭിനയിക്കുന്നത്. കാര്യം എല്ലാം ഓപ്പോസിറ്റ് അല്ലേ ചെയ്യണം.